ഇവിടെ ഇപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും നീറ്റ് സ്കൂളിൽ വന്നിട്ട് ബോർഡ് നീറ്റ് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ബോർഡിൻ്റെ ഒരു ലാസ്റ്റ് 2 മന്ത്, ആ 2 മന്ത് മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ബോർഡ് നോക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ട് എഴുതി പിടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു 2 മന്ത് കൊണ്ട് നമുക്ക് ഫാക്കൽറ്റീസ് വന്ന് അതിനായിട്ടുള്ള റിവിഷൻ വെക്കും. എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യും, ആ ടൈമിലും ചെയ്യും, എന്നാലും നോർമലി ചെയ്യണ അത്ര ചെയ്യില്ല. ആ ഒരു 2 മന്ത് ബോർഡ് കൂടുതൽ ഫോക്കസ് ചെയ്യും. അല്ലാത്ത ഒരു ഫുൾ ടൈം ഫുൾ MCQs നീറ്റ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. പിന്നെ ഞങ്ങൾ NCERT ഡെപ്ത് ആയിട്ടാണ് പഠിക്കാറ്. അതായത് ഇപ്പം നീറ്റിന് പഠിക്കുന്നതുകൊണ്ട് തന്നെ NCERT ഓരോ വരിയും, ബയോളജിക്ക് ആണെങ്കിൽ എല്ലാ വരിയും, അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പം ബോർഡ് എക്സാമിൻ്റെ സമയം ആ 2 മാസം ജസ്റ്റ് ഇതൊന്ന് എഴുതാൻ, അതായത് ഇത്രയും കാലം ഇങ്ങനെ ബബിൾ ചെയ്യുക അങ്ങനത്തെ രീതിയിലാണല്ലോ പഠിച്ചത്. അപ്പം ഇതൊരു എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവ് മാത്രം മതിയായിരുന്നു. അത് ഞങ്ങൾക്ക് ഇവിടുത്തെ റിവിഷൻ പ്ലാൻ, ഇവിടെ കുറേ റിവിഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. എക്സാമിൻ്റെ ആ ഒരു നൈറ്റ് ഡേ ഫുൾ റിവിഷൻ, അതായത് നമ്മൾ പഠിച്ചതിൻ്റെ വൈകുന്നേരം ഒരു റിവിഷൻ നടത്തും, പിന്നെ മോർണിംഗ് ഒരു റിവിഷൻ നടത്തും, പിന്നെ ക്വിക്ക് റിവിഷൻ ഉണ്ടാവും. അങ്ങനെ എല്ലാ റിവിഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 2 മന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നൊരു 3 ചാപ്റ്റർ റിവിഷൻ ഉണ്ടാവും, ഫാക്കൽറ്റി വന്നെടുത്ത് തരും. പിറ്റേന്ന് രാവിലെ അതിൻ്റെ എക്സാം. അതേപോലെ ഡെയിലി ആ ഒരു 2 മന്ത് ഡെയിലി ഞങ്ങൾക്ക് എക്സാം. അപ്പം നമുക്ക് സബ്ജക്റ്റീവ് എഴുതാനുള്ളൊരു വലിയ ടാസ്ക്കായിട്ട് എക്സാമിൻ്റെ ടൈമിൽ തോന്നിയിട്ടില്ല. പിന്നെ എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ബോർഡ് എക്സാമിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ആവുന്ന ആവശ്യമൊന്നുമില്ല. അവസാനത്തെ ഒരു 2 മന്ത് നല്ലപോലെ ഇരുന്നിട്ട് നമുക്ക് എഴുതാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ മതി. ബാക്കി നമ്മൾ NCERT തന്നെയാണ് പഠിക്കുന്നത്, സെയിം സാധനം തന്നെയായിരിക്കും എഴുതാനുള്ളത്. അതൊന്നും എഴുതി സെറ്റാക്കാനുള്ളൊരിത് മതി.